ഡിമാൻഡ്, സപ്ലൈ എന്നീ കാര്യങ്ങളാണ് പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത്. പ്രൊഡ്യൂസർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് എങ്ങനെയാണ് പ്രൈസ് ഫിക്സേഷൻ നടത്തുന്നത് എന്ന് ഈ രണ്ട് മാർക്കറ്റ് ഫോഴ്സസ് ആണ് പറയുന്നത്. ഡിമാൻഡിനെ സംബന്ധിച്ച് ഒരു പ്രധാന നിയമമുണ്ട്. വില കൂടുതലായിരിക്കുമ്പോൾ കുറച്ച് മാത്രം ആൾക്കാർ വാങ്ങിക്കുള്ളൂ, വില കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ അളവിൽ ആൾക്കാർ വാങ്ങിക്കും. The price of a goods or service combined with your ability to pay for it will determine your demand decision. നിങ്ങളൊരു കൺസ്യൂമർ ആണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുമോ ഇല്ലയോ നിശ്ചയിക്കുന്നത് അതിൻ്റെ പ്രൈസ് കൂടിയാണ്. $2 ഉള്ളപ്പോൾ ഒരു പിസ്സ പീസ് നിങ്ങൾ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കും. പക്ഷേ $4 ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ഒരുപക്ഷെ ആ പിസ്സയ്ക്ക് $20 ആയിട്ട് വരികയാണെങ്കിലോ നിങ്ങൾ വാങ്ങിക്കേണ്ട എന്ന് ആ നിമിഷം തന്നെ തീരുമാനിക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ഡിമാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിൻ്റെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന പ്രൈസും കൂടിയാണ്. സോ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു, പ്രൈസ് കൂടുതലാവുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. തീർച്ചയായിട്ടും ചായയും കാപ്പിയും നമുക്കറിയാം രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ കൊക്കക്കോളയും പെപ്സിയും നമുക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആണ്. വില ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റുകൾക്ക് വില കൂടുതലാണെങ്കിൽ മറ്റ് പ്രോഡക്റ്റിലേക്ക് കൺസ്യൂമേഴ്സ് ഓട്ടോമാറ്റിക്കലി മാറും. ഇത് തീർച്ചയായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ഇഫക്റ്റ് എന്നാണ് പറയുക. തീർച്ചയായിട്ടും നമ്മൾ പിസയുടെയും ബർഗറുടെയും കാര്യമാണ് ഇവിടെ ഉദാഹരണം കാണിച്ചത്. ഇനി ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഉപഭോക്താവിൻ്റെ കൺസ്യൂമറുടെ ഇൻകം വല്ലാതെ കുറയുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. ഇൻകം ഉയരുകയാണെങ്കിലോ തീർച്ചയായിട്ടും അയാൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കും. When you buy a less of something without increasing your income, okay, ഇൻകം കൂടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കുക. ഇൻകം കൂടുകയാണെങ്കിലോ നിങ്ങളുടെ ആ പേയിങ് എബിലിറ്റി കൂടും എന്നർത്ഥം. ഇത് മറ്റൊരു രീതിയിലും നമുക്ക് ഡിമാൻഡിനെ അവതരിപ്പിക്കാം. ഡിമാൻഡ് ഷെഡ്യൂൾ വരച്ചുകൊണ്ടാണ് നമുക്കിത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത്. എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ? ഇറ്റ് ഈസ് എ ടേബിൾ ദാറ്റ് ലിസ്റ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സംതിങ് ദാറ്റ് എ പേഴ്സൺ ഈസ് റെഡി ടു പേ ഫോർ അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. വ്യത്യസ്തമായ വിലകളിൽ വ്യത്യസ്തമായ ക്വാണ്ടിറ്റികളാണ് കൺസ്യൂമർ വാങ്ങിക്കുക. Consumer is willing to buy different quantities at different prices. This can be shown with the help of a table. This tabular representation is known as demand schedule. കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതലും വില കൂടുമ്പോൾ കുറവുമാണ് ആൾക്കാർ വാങ്ങിക്കുക. ഇത് നമുക്ക് ഗ്രാഫിക്കലായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. ആ ഗ്രാഫിക്കൽ അവതരണത്തിൽ എക്സ് ആക്സിസിൽ ഹൊറിസോണ്ടലായിട്ട് പ്രൈസും വൈ ആക്സിസിലെ ക്വാണ്ടിറ്റിയുമാണ് കാണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ $1 പ്രൈസ് കാണിച്ചിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി 5 എന്ന് കാണിച്ചിരിക്കുന്നു. ഈ രീതിയിൽ ഗ്രാഫിൽ പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഡിമാൻഡ് കർവ്. ഇനി സപ്ലൈയെ കുറിച്ച്, ദി എമൗണ്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതായത് ദ പ്രൊഡ്യൂസർ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാൻ തയ്യാറാകുന്ന ക്വാണ്ടിറ്റി, അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റി പ്രൈസ് കൂടിയിരിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ പ്രൊഡ്യൂസർ റെഡിയാണ്. പ്രൈസ് കൂടുതലായിരിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ സപ്ലയർ തയ്യാറാണ് എന്നർത്ഥം. പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു പേ മോർ വെൻ ദ പ്രൈസസ് ആർ മോർ. വിലകൾ കൂടുതലായിരിക്കുമ്പോൾ കൂടുതൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസർ റെഡിയാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ബന്ധം പോലെയല്ല, മറിച്ച് കൂടുതൽ വിലയുള്ളപ്പോൾ കൂടുതൽ സപ്ലൈ ചെയ്യാനായിട്ടാണ് പ്രൊഡ്യൂസർ റെഡി ആയിരിക്കുന്നത്. ഒരു ഡയറക്റ്റ് റിലേഷനാണ് അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും തമ്മിൽ ഉള്ളത്. എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ളത് ഇൻവേഴ്സ് റിലേഷനാണ്, എതിർബന്ധമാണ്. എന്താണ് എതിർബന്ധം? അതായത് ഒരു ക്വാണ്ടിറ്റി, ഒരു വേരിയബിൾ കൂടുമ്പോൾ അതിൻ്റെ കൂടെയുള്ള മറ്റേ വേരിയബിൾ താഴുവാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അതേസമയം എന്താണ് ഡയറക്റ്റ് റിലേഷൻ? ഡയറക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഉയരുമ്പോൾ അതിൻ്റെ കൂടെയുള്ള മറ്റേ വേരിയബിളും ഒപ്പത്തിനൊപ്പം ഉയരുന്ന ടെൻഡൻസിയാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഡയറക്റ്റ് റിലേഷനാണ്. അതുകൊണ്ട് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് റിലേഷനാണ്.
സപ്ലൈ ഷെഡ്യൂൾ ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അതായത് സപ്ലൈ ഷെഡ്യൂൾ പറയുന്നത് ഹൗ മച്ച് എ ഗുഡ് ഓർ സർവീസ് സപ്ലയർ വിൽ ഓഫർ അറ്റ് വേരിയസ് പ്രൈസസ്. ഒരു സപ്ലയർ പല വ്യത്യസ്ത വിലകളിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യാൻ റെഡിയാണ് എന്നത് കാണിക്കുന്ന ഒന്നാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ പ്രൈസ് ആണ്, സെക്കൻഡ് കോളത്തിൽ നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറവ് തന്നെയാണ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ നമ്മുടെ സപ്ലയർ റെഡിയാണ്, വില്ലിംഗ് ആണ് എന്നുള്ളതാണ്. അതായത് ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ, ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ആണ് കാണിക്കുന്നത്. ഇത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് വില ഉയർന്നിരിക്കുമ്പോൾ കൂടുതൽ അളവിൽ വിൽക്കാനായിട്ട് നമ്മൾ സപ്ലയർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ റെഡിയാണ്. ഈ ഡിമാൻഡ് സപ്ലൈ എന്നിങ്ങനെയുള്ള രണ്ട് മാർക്കറ്റ് ഫോഴ്സസ് തമ്മിലുള്ള ഈ ഇന്ററാക്ഷൻ ഒടുവിൽ പ്രൈസ് ഫിക്സേഷന് കാരണമാകുന്നു. മാർക്കറ്റിൽ ഒരു ഇക്വിലിബ്രിയം ഇത് രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സസും കൂടെ ഫിക്സ് ചെയ്യുന്നു. അതാണ് പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഡിമാൻഡ് കർവും സപ്ലൈ കർവും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇക്വിലിബ്രിയം പോയിന്റിൽ പ്രൈസ് വൺസ് എത്തിക്കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് പിന്നെ വേരിയേഷൻ ഉണ്ടാവില്ല, പ്രൈസ് അങ്ങനെ തന്നെ നിൽക്കും, കുറെ നാളത്തേക്ക് ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ ഇക്വിലിബ്രിയം എത്തുന്നത് വരെയും, ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നത് വരെയും ഈ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. പ്രൈസസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലും ഡിമാൻഡും തമ്മിലും ഒക്കെ ഉള്ള ആ ഒരു ഇന്ററാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അവസാനം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഇവ ബാലൻസ്ഡ് ആവുന്നു. കുറെ നാളത്തേക്ക് പിന്നെ പ്രൈസസ് മറ്റ് പ്രോബ്ലംസ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും.